ഡിഗ്രി കഴിഞ്ഞാൽ 1 വർഷം, PG ക്ക് മുമ്പ് 1 കൊല്ലം ഇന്ത്യ മുഴുവൻ കറങ്ങണം. എങ്ങനെയാണ് ആ തോട്ട്? കേരളത്തിന് പുറത്ത് യാത്ര ചെയ്തിടുന്നു കൈപ്പൊക്കെ. എങ്ങോട്ടൊക്കെ ടൂറ് പോയതായിരിക്കും. മൈസൂർ മൃഗശാല കാണാൻ വെടിവെച്ച് കൊല്ലില്ല. മൃഗശാല, ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ മൃഗശാല കണ്ടിട്ടേ അവിടുത്തെ മൃഗങ്ങൾക്ക് ഒരു എന്നെ വെറുപ്പായി. എല്ലാ ബാച്ചിന്റെ കൂടെ ഞാൻ പോകും. അവസാനം ജിറാഫ് എന്നോട് ഒന്ന് പോടോ. പ്രേമിക്കുന്ന സമയത്താണ് ഉമ്മ കൊടുത്ത് നശിപ്പിക്കും. പറ 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 നീ പറ. എന്റെ വീടിന്റെ താഴെ ഒരു പെൺകുട്ടിയുണ്ട്. ഐ മീൻ, ഞാൻ മുകളിൽ നിന്ന് നോക്കുമ്പോ ഇവളിങ്ങനെ പ്രേമമാണ്. ഇങ്ങനെ ഒരു ചെമ്പരത്തി ചെടി ഉണ്ട്, അത് മാന്തി അത് കരിഞ്ഞു. ഇവളുടെ പ്രേമം തളിർക്കുന്നു, അത് കരിയുന്നു. ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ ഇങ്ങനെ പെരുമാറണം. സോഫ്റ്റൻ എന്ന് പറയും. സോഫ്റ്റൻ. S സ്മൈൽ. ഓപ്പൺ പോസ്റ്റർ. F ഫോർവേഡ് ലീൻ. T ടച്ച്. E ഐ കോണ്ടാക്ട്. N നോഡിങ്. അപ്പൊ സ്മൈൽ വേണം, ഓപ്പൺ ആയിരിക്കണം, ഫ്രണ്ട് ഫോർവേഡ് ലീൻ ആയിരിക്കണം. ചിലര് ഇന്റർവ്യൂവിന് വന്നിരുന്നിട്ട് ഒരുത്തന്നെ ഇരുന്നാണ് ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നു. നിങ്ങളുടെ ഭാഗ്യ ഞാൻ വന്നത്. ചെറിയ കൂട്ടങ്ങളാണ് വലിയ കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്നത്. 1-2 ആളുകളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളാണ് പിന്നീട് പടർന്നിട്ട് അത് ഏറ്റെടുത്തിട്ട് കൺവിക്ഷൻ ഏറ്റെടുത്തിട്ട് ബോധ്യപ്പെട്ടിട്ട് ഏറ്റെടുത്തിട്ട് പലതിലേക്കും പരത്തുന്നത്, ആശയങ്ങളെ പരത്തുന്നത്. അങ്ങനെയാണ്. ആളുകളെ നമ്പറുകൾ ഒരു പ്രശ്നമേ അല്ല. ചരിത്രം എപ്പോഴും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാൾ തുടങ്ങും, ഒരു കൂട്ടം, ചെറിയൊരു കൂട്ടം ഒപ്പം ചേരും, പിന്നെ അത് വലിയ കൂട്ടങ്ങളിലേക്ക് പകരും. അതെ. സമ്പാദിച്ചതിന് ശേഷമേ ചെലവഴിക്കാം. പൈസ പോക്കറ്റിൽ വെച്ച്, ക്രെഡിറ്റ് കാർഡും പോക്കറ്റിൽ വെച്ചിട്ട് വെറുതെ ഉള്ളിൽ പോയി കറങ്ങിയിട്ട് വന്നാൽ ആവശ്യമില്ലാത്ത കുറെ ഉണ്ടാവും കയ്യിൽ. എല്ലാത്തിനും കൂടെ എല്ലാതും ഫ്രീ. 5 കിലോ സോപ്പ് പൊടി വാങ്ങിച്ച ബക്കറ്റ് ഫ്രീ. കണ്ടിട്ടുണ്ടോ? 5. എന്റെ വൈഫിന് അഡിക്ഷനാണ് ഈ ബക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ. എന്നിട്ട് സോപ്പ് ബക്കറ്റ് അവരല്ല സോപ്പ് പൊടി. ഇത് രണ്ടും കൂടി കണ്ട അപ്പാണ്ട് കൊണ്ടുവരും. 17 ബക്കറ്റ് ഉണ്ട് എന്റെ വീട്ടില്. വിവാഹം കഴിഞ്ഞിട്ടും പ്രേമിക്കാട്ടോ. ഭാര്യ ഭർത്താവ് അടിപൊളിയാ. നിങ്ങളുടെ അച്ഛനമ്മയും തമ്മിൽ പ്രണയമുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. അതെ, അവരുടെ വർത്താനം കേട്ടാലും അറിയാം. അമ്മ ഫോൺ ചെയ്യുന്നു, അച്ഛൻ ഫോൺ എടുത്തിട്ട്. ചിലർക്ക് ഒരു പ്രേമം ഉണ്ടാവില്ല. ഞാൻ കണ്ടിട്ട് ചിലർക്ക് പറ തക്കാളി സാമ്പാറ് വിഷല്ലേ കൊണ്ടുവരാ, വരുമ്പോ കൊണ്ടുവരാ. എന്ത് മനുഷ്യ. കമ്പനി വളരുമ്പോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലേ നമ്മൾ ഇല്ലാതായി പോവുള്ളൂ. അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തവർ കയറി പോവുകയും ചെയ്യും. മാനേജറുടെ നടത്തമാണ് ഒരു എംപ്ലോയി നടക്കേണ്ടത്. മാനേജർ നടക്കേണ്ടത് മുതലാളിയുടെ നടത്താണ്. മുതലാളി നടക്കേണ്ടത് വേറെ മുതലാളിയുടെ നടത്താണ്. ഇങ്ങനെ വേണ്ടത് ഓർഗനൈസേഷൻ. നമ്മൾ ആ നെക്സ്റ്റ് ലെവലിലെ നടത്തം ഇപ്പൊ നടന്നു തുടങ്ങണം. പുറകോട്ട് നോക്കി നടക്കുന്ന ഒരാളും മുകളിലേക്ക് എത്താൻ പോകില്ല. സ്റ്റെപ്പ് കയറുമ്പോഴേ. മയക്കുമരുന്നിനെതിരെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പെട്രോൾ പമ്പില് 80 ലക്ഷം 90 ലക്ഷം രൂപ വരെയുള്ള ഒരു പ്രീമിയം കാർ BMW-ന്റെ ബെൻസിന്റെ കൊണ്ടുപോയി നിർത്തിയാൽ അതിൽ ഏത് പെട്രോൾ അടിക്കണമെന്ന് പെട്രോളുകാരനെ അറിയാം. ആ പ്രീമിയം പെട്രോൾ അടിക്കുള്ളൂ. നേരെ മറിച്ച് ഒരു 80-90 മോഡലിലെ ഒരു ജീപ്പ് പുക പരത്തി പോണ ഒരു സാധനല്ലേ, അതും കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ അയാൾ ചോദിക്കും, ഇതിൽ ഡീസൽ അടിക്കണോ മണ്ണെണ്ണ അടിക്കണോ? നമ്മുടെ ശരീരം ഈ പുക അടിക്കുന്ന ജീപ്പാണോ പ്രീമിയം ശരീരമാണോ നമ്മൾ തീരുമാനിക്കണം. ഇനി കുട്ടികളുടെ ലോകം ടെക്നോളജിയാണ്. കുട്ടികൾ പെട്ടെന്ന് പഠിക്കും. പിള്ളേർ, നിങ്ങളുടെ മക്കളെ അടക്കിയിരുത്തുന്നത് ഈ സാധനം കാണിച്ചിട്ടല്ലേ? ഈ ഡോറ കണ്ടിട്ടാണ് അത് കഴിക്കണത്. എന്റെ മോന് എന്റെ അടുത്ത് പിന്നെ എന്നോട് വെച്ച്, എന്റെ മോന് 9 വയസ്സാണ്. അവൻ പറഞ്ഞു, ഉപ്പച്ചി എനിക്ക് ടൊമാറ്റോ സോസ് വേണം. ഞാൻ പറഞ്ഞു, ടൊമാറ്റോ സോസ് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പൊ പറഞ്ഞു, ടൊമാറ്റോ തരുമോ? ടൊമാറ്റോ. അങ്ങനെ ഞാൻ ടൊമാറ്റോ, തക്കാളി ഒരു 5-6 കൊടുത്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ എന്റെ മുമ്പിലൂടെ ടൊമാറ്റോ സോസ് ഇങ്ങനെ നക്കിയിട്ട് പോണു. ഞാൻ കൊടുത്ത ടൊമാറ്റോ എന്തായി മാറി? സോസായിട്ട് മാറി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പൊ അവൻ ഉണ്ടാക്കി. ആരുണ്ടാക്കി? ഉമ്മച്ചി. ഞാൻ പറഞ്ഞു, ഉമ്മച്ചിക്ക് അറിയില്ലല്ലോ. പറഞ്ഞു കൊടുത്തു. ആര്? ഇവൻ യൂട്യൂബിൽ നോക്കിയിട്ട്. എന്റെ ഭാര്യ യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഹിസ്റ്ററി ആയിട്ട് ഞാൻ കരഞ്ഞു പോയി. എങ്ങനെ പഴയ ചോറ് കൊണ്ട് പുതിയ പലഹാരങ്ങൾ ഉണ്ടാകും. ഈ ചിരിച്ചവരുടെ വീട്ടിലും തന്നെയാണ്. ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ട്, ഫിയർ ഓഫ് സക്സസും ഉണ്ട്. ചിലവർക്ക് വിജയിക്കാൻ പേടിയുള്ളവരുണ്ട്. അഥവാ കിട്ടിയാലോ? IAS എക്സാമിനേഷന് തലേദിവസം ഒരുത്തന്നെ വിളിച്ചിട്ട് പറയാം, സാറേ നാളെയാണ് ഇന്റർവ്യൂ, എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്,
ഞാൻ ഡൽഹിയിലുള്ളത്, ടെൻഷനായിട്ട് വയ്യ. ഞാൻ എന്തിനാ ടെൻഷൻ? അഥവാ ഞാൻ കളക്ടർ ആയാലോ? അല്ല അങ്ങനെയുണ്ട്. അവനെ ആലോചിച്ചിട്ട് പിടുത്തിട്ടില്ല. കളക്ടറായിട്ടൊക്കെ ഒരു വരവ് വന്ന് കോട്ട കെട്ടി നിൽക്കുക എന്ന് പറഞ്ഞാല് യുദ്ധത്തില് മോശം യുദ്ധതന്ത്രമാണ്. പണ്ടത്തെ യുദ്ധതന്ത്രമായിരുന്നു. അതിനുള്ളിലാവുമ്പോൾ നമുക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷെ ആക്രമിക്കുന്നവർക്ക് സുഖം, ഇയാളെ ആക്രമിക്കാം. ചില മനുഷ്യന്മാര് അങ്ങനെ, ചില മനുഷ്യന്മാര് കോട്ട കെട്ടി നിൽക്കും. കോട്ട അവര് മാത്രം ഒരു കോട്ട കെട്ടിണ്ടാക്കി അതിനുള്ളിലിരിക്കും. പക്ഷെ ചില മനുഷ്യന്മാരെ പുറത്തിറങ്ങും, പുറത്തൊഴുകും, പൊട്ടി ഒഴുകും. പുതിയ കാലത്ത് പൊട്ടി ഒഴുകലാണ്. ഷെഫ് പിള്ള പറഞ്ഞ പോലെ സ്നേഹങ്ങൾ വാരി വിതറുന്ന കൂട്ടുകാരികളും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടാവട്ടെ. ഞാനൊരു ക്ലാസ്സിൽ എന്റെ കഥ പറഞ്ഞു. ഞാൻ ആത്മഹത്യ ചെയ്യുന്ന കഥയൊക്കെ ചെയ്തില്ല, ചെയ്യാൻ ശ്രമിച്ചു. ആ കഥ പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞു. ഒരു പെൺകുട്ടി കരഞ്ഞു. മോള് നിനക്കറിയാം, ഒരു തടിയൻ നിന്ന് കരയരുത്. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടത്. നമുക്കറിയില്ല എവിടെ എത്തിച്ചേരാ, ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ. കരിയർ ഗൈഡൻസ് ക്ലാസ് കേട്ടാ ഏത് കോഴ്സ് പറയുമ്പോഴും നമ്മൾക്ക് തോന്നും ഇതെനിക്കുള്ളതാണ്. ജർമ്മനി എന്നാ ഞാൻ പോവാ, ജർമ്മനി. കാനഡയിലേക്കും ഞാൻ പോവാം. IIT ഞാൻ IIT ചെന്നൈ മരിക്കുള്ളൂ. എയിംസ് എനിക്ക് വേണ്ടി പഠിച്ച AFMC പൈസ ഇങ്ങോട്ട് കിട്ടും എന്നാ പിന്നെ അതിന് പോവാ. പൈലറ്റ് ആഗ്രഹം വിമാനം പൊട്ടിത്തരണം. കൺഫ്യൂഷൻ ഉണ്ടാവും. രാവിലെ ചക്രവർത്തി കഴിക്കുന്ന പോലെ കഴിക്കണം, ഉച്ചയ്ക്ക് രാജാവ് കഴിക്കുന്നത് പോലെ കഴിക്കണം, രാത്രി യാചകൻ കഴിക്കുന്ന പോലെ കഴിക്കണം. അങ്ങനെ പറയാം. നമ്മുടെ വീട്ടിൽ നേരെ തിരിച്ചല്ലേ, രാത്രിയല്ലേ ചക്രവർത്തി യുദ്ധമൊക്കെ. അതെ, ആ വെടിവെപ്പ്, ഡൈനിങ് ഹാളിൽ മൊത്തം വെടിവെപ്പല്ലേ. പീരങ്കി കിടക്കുന്നു, ചിക്കൻ്റെ പീസ്. സ്വന്തം രാജ്യം സംരക്ഷിക്കാതെ അടുത്ത രാജ്യം ആക്രമിക്കാൻ പോകും. അത് കഴിഞ്ഞ് വരുമ്പോ സ്വന്തം രാജ്യം കാണാനില്ല. കണ്ണ് തെറ്റി പോവില്ല. നിങ്ങൾക്ക് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഒന്ന് പറഞ്ഞ. വെറുതെ സംസാരിക്കോ? ഓവറായിട്ട് സംസാരിക്കും ആൾക്കാരോട്, കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കും. ഇതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഇതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിനക്കത് നിയന്ത്രിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഞാനിപ്പോ ഇത് സംസാരിച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ഇത് സംസാരിച്ചുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ഇതിപ്പോ സംസാരിക്കണോ? ഇങ്ങനെ 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. അപ്പൊ ഒരു വിധം മിണ്ടാണ്ട് നിൽക്കും. പുരുഷന്മാർക്ക് മൾട്ടി ടാസ്കിങ് ഇല്ല. 2 കാര്യം ഒരേ സമയത്ത് ആ മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. പേപ്പറും ചായയും കഷ്ടപ്പെടണം ആ മനുഷ്യൻ. ഇതറിയുന്ന സ്ത്രീകൾക്ക് സുന്ദരമായി അയാളോട് പകരം വിട്ടാം. ഞാൻ പറഞ്ഞുതരാം. അയാള് ഷേവ് ചെയ്യുമ്പോ വർത്താനം പറഞ്ഞാൽ മതി, ഉറപ്പാണ് ചോര കാണും. നിങ്ങൾ നാളെ പരീക്ഷിച്ചു നോക്കുക. അയാള് ഷേവ് ചെയ്യുമ്പോ നമ്മൾ ബാക്കിൽ നിന്ന് ചോദിക്കുക, ഇന്ന് ഏത് കളർ ഷർട്ടാ ചോദിച്ചാൽ മതി. ഷേവ് ചെയ്യുമ്പോ ചോപ്പ്